ഇന്ന് കേരളത്തിനെ അതിവേഗം കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻസർ ആണ് മയക്കുമരുന്ന് എന്ന് പറയുന്നത്. MDMA പോലെയുള്ള രാസലഹരികൾ ലക്ഷ്യം വെക്കുന്ന നമ്മുടെ കൊച്ചു കുട്ടികളെയാണ്. ഈ രാക്ഷസന്മാര് സത്യത്തിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയാണ് പതിയിരിക്കുന്നത്, നമ്മുടെ ഈ കൊച്ചു കുട്ടികളെ ലക്ഷ്യം വെച്ചിട്ട്. ഇന്ന് അവരെ ആ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് കഴിവുള്ള രണ്ട് വിഭാഗം ആൾക്കാരാണ് ഉള്ളത്. ഒന്ന് രക്ഷകർത്താക്കൾ തന്നെയാണ്, രണ്ട് അവരുടെ അധ്യാപകരും. രക്ഷകർത്താക്കളിൽ തന്നെ ഏറ്റവും കൂടുതൽ റോള് ഉള്ളത് അമ്മമാർക്കാണ്. പലപ്പോഴും ഈ ചതിക്കുഴിയിൽ വീഴുന്ന കുട്ടികളുടെ പ്രത്യേകത എന്ന് പറയുന്ന അവർക്ക് കെയർ കുറവുള്ള കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ല എന്ന് തോന്നുന്ന കുട്ടികളാണ് പലപ്പോഴും ഈ ചതിക്കുഴികളിൽ ചെന്ന് ചാടുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ രക്ഷകർത്താക്കളും അധ്യാപകരും വളരെ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് ഉള്ളത്. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ എവരെ ഈ ചതിക്കുഴിയിൽ രക്ഷിക്കാമെന്നുള്ളത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് മുൻവിധികളില്ലാതെ കുട്ടികളെ കേൾക്കാനായി നമ്മൾ എന്നും സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. 2, കുട്ടികൾക്ക് തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റുകൾക്ക് നമ്മൾ അവരെ വഴക്കു പറയുന്നതിന് പകരം ആ തെറ്റുകൾ എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള മാർഗം കണ്ടുപിടിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് ചെയ്യുന്നത്. മൂന്നാമത് എന്ന് പറയുന്നത് അവരുടെ കുഞ്ഞു കുഞ്ഞു കഴിവുകൾ, അല്ലെങ്കിൽ അവര് ഒരു ദിവസം ചെയ്യുന്ന ഏറ്റവും ചെറുതാണെങ്കിൽ പോലും നല്ല കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ആ കുട്ടിയുടെ സെൽഫ് എസ്റ്റീമിനെയും ഇൻക്രീസ് ചെയ്യിക്കുമെന്നുള്ളതാണ്. 4, അവരുടെ അഭിപ്രായം മാനിക്കുക എന്നുള്ളതാണ്. 5, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും രക്ഷകർത്താക്കൾ കുട്ടികളോടൊപ്പം കുഞ്ഞു കുഞ്ഞു ജോലികൾ, വീട് വൃത്തിയാക്കുന്ന പോലെയുള്ള കുഞ്ഞു കുഞ്ഞു ജോലികൾ ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നമ്മളോടുള്ള വിശ്വാസവും ബഹുമാനവും സ്നേഹവും കൂടുകയും അവരുടെ എന്ത് ഇമോഷണൽ ചേഞ്ച് വന്നാലും അവരാദ്യം നമ്മളോട് പറയാൻ തയ്യാറാകുകയും ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അവർ ഈ ചതിക്കുഴികളിൽ ചെന്ന് ചാടുന്നത് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.